നമ്മൾ ആലപ്പുഴയിലേക്ക് ഒന്ന് അവിടെ മൂന്നംഗ സംഘം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞു ഒരാൾ മരിച്ചു എന്നതാണ് സങ്കടകരമായ വാർത്ത. തത്തമ്പള്ളി സ്വദേശി ബിജോയ് ആന്റണി ആണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് ബിജോയിയെ പുറത്തെടുത്തത്. അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? ഹാഷ്മി സ്മിത, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. രാവിലെ മൂന്നംഗ യുവാക്കളുടെ സംഘം സഞ്ചരിച്ച സ്വിഫ്റ്റ് കാറാണ്. ഇത് പോകും വഴി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോയതാണ് മൂന്നുപേരും എന്നുള്ളതാണ് രക്ഷപ്പെട്ട രണ്ടുപേർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ വളവാണ്. അവിടെ നിന്ന് വാഹനം ഒരുപക്ഷെ നിയന്ത്രണം വിട്ടതാകാം ഈ കനാലിലേക്ക് മറിയാൻ കാരണം. ഇതിൽ തത്തപ്പള്ളി സ്വദേശി ബിജോ ആന്റണിയാണ് മരിച്ചത്. ബിജോ വാഹനം മുൻവശത്താണ് ഇരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 31 വയസ്സാണ് ബിജോയ്ക്കുള്ളത്. ഒപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ ഈ കനാലിലേക്ക് കാർ വീണ ഉടനെ തന്നെ നീന്തി രക്ഷപ്പെടുകയും പുറത്തെത്തി വിവരം പോലീസിലടക്കം നാട്ടുകാരെ അടക്കം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആളുകൾ എത്തി ഈ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. നാട്ടുകാർ തന്നെ ഈ വാഹനം ഒഴുക്കിൽപ്പെടുന്നു തടയാനായി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ലിജോയെ പുറത്തെടുക്കുന്നതും കാറ് കയറുകൊണ്ട് കെട്ടി ഈ ഒഴുക്കിൽ നിന്ന് തടയുന്നതും. ഇപ്പോഴും ആ കാർ അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം ലിജോയുടെ മൃതദേഹം ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഈ വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതാകാം കാരണം എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഒപ്പം പുലർച്ചെ മുതൽ അതിശക്തമായ മഴയും ആലപ്പുഴയിൽ പെയ്യുന്നുണ്ട്. എന്തായാലും ഒരാളുടെ മരണം ഈ അപകടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ഹാഷ്മി, ആലപ്പുഴയിലേക്കാണ് കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം ഉണ്ടായത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ സങ്കടമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു.